വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തിരിക്കുന്ന ദാസനെയാണ് കാണിക്കുന്നത്. ദാസൻ പറയുകയാണ്, ഇത്തിരി ലേറ്റായിട്ടാണെങ്കിലും ആശാന്റെ വീട്ടിലേക്ക് കയറി വരാൻ പറ്റുന്ന അവസാനത്തെ ദിവസമല്ലേ ഇന്ന്, ചുമ്മാ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. വിഷ്ണു പറയുകയാണ്, അതെ, ഈ ഒരു രാത്രിക്കപ്പുറം വിഷ്ണുവിന്റെ ജീവിതം അങ്ങ് മാറുകയാണ്. ഇനി ഒന്നും പഴയപടി ആകില്ല, എല്ലാം മാറും എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. അന്നേരം ദാസൻ പറയുകയാണ്, ഞാനൊരു കാര്യം കൂടി പറയാൻ വന്നതാണ്. നാളെ തന്നെയാണ് ശാലിനിയേടത്തിയുടെയും വിവാഹം. അത് കേട്ട് ശബ്ദം ഇടറി നാളെയോന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അതെ, നാളെ രാവിലെ 11 പറയുകയാണ് ദാസൻ. ഇരുവരുത്തി വിഷ്ണു പറയുകയാണ്, ആഹാ, ഒരു കണക്കിന് അത് നന്നായി. നാളെ എന്റെ വിവാഹം 11:30 മണി കഴിഞ്ഞല്ലേ? ശാലിനിയുടെ കഴുത്തില് വരന്റെ താലി വീണതിന് ശേഷമാണല്ലോ ഞാൻ മറ്റൊരാളെ താലി കെട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സങ്കടം മാറിക്കിട്ടിയെന്ന് പറയാം. ദാസൻ ആശ്വസിപ്പിക്കുകയാണ്, ആശാനൊരു വാക്ക് പറഞ്ഞാൽ മതി, ആ ബാലചന്ദ്രനെ ഇടിച്ച് റൊട്ടിയാക്കാം നമുക്ക്. ശാലിനിയേടത്തിയെ താലി കെട്ടാൻ പിന്നെ അവന്റെ കൈ പൊങ്ങില്ല ഒരിക്കലും. ഏയ്, അതൊന്നും വേണ്ടടാ. വാസ്തവത്തിൽ ഈ കുറ്റം ബാലചന്ദ്രന്റെ അല്ല, എന്റെ തന്നെയാണ്. സ്വന്തം ജീവിതം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നറിയാത്ത വിഷ്ണു എന്ന പടുവിഡ്ഢിയുടെ കുറ്റം. എന്റെ മനസ്സിലൊരു കഥ ഉണ്ടായിരുന്നു, അതിലെ നായകനാണ് ഈ വിഷ്ണു എന്ന ഞാൻ. നായിക ശാലിനിയും മറ്റു കഥാപാത്രങ്ങൾ അതിനോട് ചേർന്ന് വന്നു പോകുന്നവ മാത്രമായിരുന്നു. പ്രണയം നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും പറഞ്ഞു തീരാവുന്ന ഒരു വിചിത്ര ഭാഷ 1000 വട്ടം ഞങ്ങളുടെ ഇടയിൽ നടന്നു കഴിഞ്ഞിരുന്നു. അത് ഞാൻ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചു. സങ്കടപ്പെടുകയാണെങ്കിലും ചിരിച്ചു വിങ്ങിപ്പൊട്ടി വിഷ്ണു പറയുകയാണ്, പെട്ടെന്നൊരു ദിവസം നായിക പറയുകയാണ് അവൾക്ക് ആ കഥയെ അറിയില്ലാന്ന്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അവള് മറ്റേതോ കഥയിലെ നായികയായിരുന്നെന്ന്. ഒറ്റയ്ക്ക് ചക്രവർത്തിനിയായ ഒരുവളുടെ കഥയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്ന ഒരു ഉപകഥാപാത്രം മാത്രമായിരുന്നു ഈ ഞാൻ. പ്രണയിക്കാനും പാട്ടുപാടാനും ഒന്നും ആഗ്രഹിക്കാത്ത ഒരു കഥാപാത്രം മാത്രം. സങ്കടപ്പെട്ടു നിൽക്കുന്ന വിഷ്ണുവിന്റെ തോളിൽ ആശാനെ എന്ന് പറഞ്ഞ് കൈവയ്ക്കുകയാണ് ദാസൻ. വീണ്ടും വിഷ്ണു പറയുകയാണ്, എടാ, നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെട്ട് ഈ സ്വപ്നത്തിൽ നിന്നൊക്കെ ഉണരില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. മഹാരാജാവായിട്ട് സ്വപ്നം കണ്ട് ഉറങ്ങുന്നവൻ പിന്നീട് ഓലപ്പുരയിൽ നിന്ന് ഉറക്കമെണീക്കുന്നത് പോലെ. സത്യം പറഞ്ഞാലേ ഈ ഞാൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് മനസ്സിലാക്കാനേ അവള് വേണ്ടി വന്നു. വിഷ്ണു എന്ന് പറയുന്നവൻ മുക്കാൽ ചക്രത്തിന്റെ വെറുമൊരു ഗുണ്ട മാത്രമാണ്. ആൾക്കാർ ഭയക്കുന്ന വൃത്തികെട്ട റൗഡി, അത്ര തന്നെ. ഇല്ലാതെന്താ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് വിഷ്ണു. അന്നേരം ഇതൊന്നും സഹിക്കവയ്യാതെ ദാസൻ ചോദിക്കുകയാണ്, ആശാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതാണെടാ സത്യം. അതിനപ്പുറം എന്തായി ഞാൻ? ഒന്നുമില്ല. ഞാനൊരു വട്ടപൂജ്യമാണ്. കാരണം ഞാൻ ഒരിക്കലും ശാലിനിയെ മോഹിക്കാൻ പാടില്ലായിരുന്നു. കുറെ പലിശ പണം ഉണ്ടെന്നല്ലാതെ അവൾക്കൊപ്പമുള്ള വിദ്യാഭ്യാസമുണ്ടോ എനിക്ക്? ഇല്ല, എനിക്കൊന്നുമില്ല. അർഹിക്കാത്തത് ഒരുത്തനും ഒരിക്കലും ആഗ്രഹിക്കരുത്. നിരാശയാകും ഫലം. സിമ്പിൾ, കഥ തീർന്നു എന്നൊക്കെ പറഞ്ഞ് ചിരി വരുത്തുകയാണ് വിഷ്ണു. നേരം സങ്കടം സഹിക്കവയ്യാതെ ദാസൻ ചോദിക്കുകയാണ്, എന്താ ആശാനെ ഇത്? ഈ പറഞ്ഞ ശാലിനിയെടുത്ത് വിവാഹം കഴിക്കാൻ ഈ ബാലചന്ദ്രന് എന്ത് യോഗ്യതയാണുള്ളത്? ആശാൻ അത് പറയുമെന്ന് പറയുമ്പോൾ വിഷ്ണു ഉത്തരം പറയുകയാണ്, അത് എന്നോടുള്ള വാശി. അതായിരിക്കും അവളെ ആ തീരുമാനത്തിൽ എത്തിച്ചിട്ടുണ്ടാകുക. എടാ, അല്ലെങ്കിലും ഞാൻ നീങ്ങിയ വഴികളെല്ലാം തെറ്റായിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ടുപേരുടെയും ജീവിതങ്ങൾ ഇങ്ങനെ തകർന്നു പോകുന്നത്. അത്രയുള്ളൂ. എടാ, മോഹിക്കുന്ന പെണ്ണിന്റെ മനസ്സിൽ എങ്ങനെ കയറിക്കൂടണമെന്ന് അറിഞ്ഞൂടാത്ത ഒരു വിഡ്ഢി മാത്രമാണ് ഞാൻ. ദാസൻ പറയുകയാണ്, കള ആശാനെ, വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആലോചിക്കാതെ. വിട്ട് കളയുകയാണടാ. വിട്ട് കളഞ്ഞാലേ എനിക്ക് പറ്റൂ എന്ന് വിങ്ങിപ്പൊട്ടി പറയുകയാണ് വിഷ്ണു. നീ പൊയ്ക്കോ, ഏതായാലും അമ്മ പറഞ്ഞതല്ലേ നേരത്തെ ഉണരണമെന്ന്. എന്തായാലും ഉണരുന്നത് വെളിച്ചത്തിലേക്കല്ല, ഇരുട്ടിലേക്കാണെന്ന് മാത്രം. അതിപ്പോ അമ്മയ്ക്ക് അറിയില്ല എന്ന് മാത്രം. ഒരിക്കലും അവസാനിക്കാത്ത, ഒരു തിരി വെട്ടം പോലും തെളിയാത്ത ഇരുട്ടിലേക്ക് മാത്രം. വിഷ്ണുവിന്റെ ഈ സങ്കടം കണ്ട് ദാസനും കരയുകയാണ്. ദാസനെ ചേർത്ത് പിടിച്ച് വിഷ്ണു പറയുകയാണ്, അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. അത്രയും പറഞ്ഞ് പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോവുകയാണ് വിഷ്ണു. ഒരു നിമിഷം സത്യഭാമയുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് എന്തോ ആലോചിച്ച് ഉറപ്പിക്കുകയാണ് ദാസൻ. പിന്നീട് കാണിക്കുന്നത് അതേ രാത്രി തന്നെ കുടുംബശ്രീ വീടിന്റെ വരാന്തയിൽ എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ശാലിനി. അന്നേരം മോളേന്ന് വിളിച്ച് ശാരദാമ്മ വന്ന് തോളിൽ മുട്ടുകയാണ്. അന്നേരം കണ്ണീർ തുടച്ച് സന്തോഷം വരുത്തുകയാണ് ശാലിനി മുഖത്ത്. അന്നേരം അവിടേക്ക് ശാരികയും ശ്യാമയും ഒക്കെ എത്തുന്നുണ്ട്. ശാരദാമ്മ ചോദിക്കുകയാണ്, നീ കല്യാണം കഴിഞ്ഞു പോയാൽ കളക്ടറാവുന്ന കാര്യം എങ്ങനെയാണ്? ചിരിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, അത് ചിലപ്പോൾ നടക്കണമെന്നില്ലമ്മേ. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നാൽ പിന്നെ എങ്ങനെയാണ്? പക്ഷെ നീ വിചാരിച്ചാൽ അത് നിഷ്പ്രയാസം സാധിക്കും മോളെ എന്ന് പറയുകയാണ് ശാരിക. എനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് നിന്റെ ജീവിതം നീ ഹോമിക്കരുത്. അങ്ങനെ ശാരിക പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അത് ശരിയാണ്.
കാര്യങ്ങൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഹോമിക്കരുതെന്ന് കുഞ്ഞേച്ചിയല്ലേ പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് കുഞ്ഞേച്ചി പറയാറുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്, പക്ഷെ അതിനപ്പുറം വേറൊന്നുണ്ട് വിധി അതിന്റെ കാര്യത്തിലെന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അതൊക്കെ നീ വിചാരിച്ചാൽ മാറും. ഈ വീട്ടുമുറ്റത്ത് ഒരു വെള്ള കാർ വന്ന് നിൽക്കുന്നതും ജില്ലാ കളക്ടർ എന്ന ബോർഡ് വെച്ച ആ കാറിൽ നിന്നും ഒരു പോലീസുകാരൻ ഡോറ് തുറന്നു തന്ന് നീ ഇറങ്ങുന്നതും സ്വപ്നം കണ്ട് നടന്നതാണ് നമ്മളൊക്കെ. ഒന്നല്ല, ഒരുപാട് തവണ. ആരിക പറയുകയാണ്, ഈ വിധി എന്നൊക്കെ പറയുന്നത് ശാലിനി സ്വയം ക്ഷണിച്ചു വരുത്തുന്നതാണമ്മേ. നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി കളക്ടറാകാനുള്ള മോഹം നീ ഉപേക്ഷിക്കുമ്പോൾ നീ നമ്മുടെ അമ്മയെയാണ് തോൽപ്പിക്കുന്നത്. അത് നീ മറക്കരുതെന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, ആര് പറഞ്ഞു ഞാൻ നമ്മുടെ അമ്മയെയാണ് തോൽപ്പിക്കുന്നതെന്ന്? ശാരദാമ്മയെ ചേർത്ത് പിടിച്ച് ശാലിനി പറയുകയാണ്, നമ്മുടെ അമ്മ തോൽക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്നത്, തോൽക്കാതിരിക്കാൻ മാത്രം. നിങ്ങളൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ ഞാൻ കടമ്പകളൊക്കെ കടന്ന് കളക്ടർ ആയേക്കാം. ഏതാണ്ട് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അത്. പക്ഷെ ആയില്ലെങ്കിലോ? കഠിനാധ്വാനവും ബുദ്ധിയും മാത്രമല്ല, ഒരു പരിധിവരെ ഭാഗ്യം കൂടിയാണ് അത്. അങ്ങനെ സംഭവിച്ചാൽ 2 സ്വപ്നങ്ങളാവും ഒന്നിച്ച് തകരുക. എന്റെ സിവിൽ സർവീസ് മോഹങ്ങളും തകരും, രാജീവ് സാറിന്റെ കൂടെയുള്ള ശാരികേച്ചിയുടെ ജീവിതവും തകരും. അത് നല്ലതല്ല. ഉറപ്പില്ലാത്ത 2 സ്വപ്നങ്ങളുടെയും പുറകെ പോയി അത് തകരുന്നതിലല്ല, ഉറപ്പുള്ള ഒന്നിന്റെ പുറകെ പോയി അത് കയ്യെത്തി പിടിക്കുന്നത്. ശാരദാമ്മ സങ്കടപ്പെടുകയാണ്. എന്നാലും ബാലചന്ദ്രന്റെ അടുക്കളയിലെ തീ ഊതാൻ വേണ്ടിയാണോ എന്റെ മോള് ഇത്രയും പഠിച്ചതും ഇത്രയും സ്വപ്നങ്ങളൊക്കെ കണ്ടതും? ശാലിനി പറയുകയാണ്, അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മുറ്റത്ത് വന്നു നിൽക്കുന്ന കല്യാണം മുടക്കാതെ രാജീവ് സാറിന്റെ അമ്മ വിജയലക്ഷ്മിയെ വിളിച്ച് നാളത്തെ ചടങ്ങിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് ശാലിനി. പക്ഷെ അവര് നമ്മൾ വിളിച്ചതല്ലേ, പിന്നെന്തിനാ ഇനിയെന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അത് പോരാ, ഒന്നുകൂടെ അതൊന്ന് ഓർമ്മിപ്പിക്കണം, അതാണ് അതിന്റെ ഒരു ഫോർമാലിറ്റി. അവരാണ് നമ്മുടെ ചടങ്ങിലെ VIP-കൾ എന്നമ്മ മറക്കരുത്. അന്നേരം ഫോൺ ഡയൽ ചെയ്ത് ആ ബെല്ലടിക്കുന്നുണ്ട്, അമ്മ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഫോൺ ശാരദാമ്മയ്ക്ക് കൊടുക്കുകയാണ് ശാലിനി. ഫോൺ വിളിച്ച് വിജയലക്ഷ്മിയോട് ശാരദാമ്മ പറയുകയാണ്, നാളെയാണ് ശാലിനിയുടെ കല്യാണം. ആ ഓർമ്മയുണ്ടെന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, വരുമല്ലോ ഉറപ്പായും? ഉറപ്പായും നമ്മൾ വരും. സൗഭാഗ്യനഗറിനടുത്തുള്ള ക്ഷേത്രമല്ലേ? അതെ, സമയം രാവിലെ 11 മണിക്ക്. ശരി, ഞങ്ങൾ എത്തിക്കോളാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് വിജയലക്ഷ്മി. ശാരദാമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ശാലിനി പറയുകയാണ്, ഇനി ശാരികേച്ചിയുടെ ഊഴമാണ്. ശാരികേച്ചി തന്നെ രാജീവ് സാറിനെ വിളിക്കണം. ഞാൻ എന്തിനാ വിളിക്കുന്നത്? ഇപ്പോൾ അമ്മ വിളിച്ചു കഴിഞ്ഞില്ലേ സാറിന്റെ അമ്മയെ? അങ്ങനെ ശാരിക ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ, അത് മാത്രം പോരാ, ശാരികേച്ചി തന്നെ രാജീവ് സാറിനെ പ്രത്യേകം ക്ഷണിക്കണം. അതാണ് അതിന്റെ ഫോർമാലിറ്റി അല്ലേന്ന് ശ്യാമയോട് ചോദിച്ചിട്ട് ഫോൺ ശാരികയ്ക്ക് കൊടുക്കുകയാണ് ശാലിനി. ശാരികയുടെ ഫോൺ കണ്ട് സന്തോഷത്തോടു കൂടി ഫോൺ എടുക്കുകയാണ് രാജീവ്. ഹലോ എന്ന് വിളിക്കുമ്പോൾ ശാരിക പറയുകയാണ്, ഞാൻ ശാരികയാണ്. മനസ്സിലായടോ? എന്താ ശാരികയെ? നാളത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ, ഓർമ്മയുണ്ട്. ശാലിനിയുടെ വിവാഹമല്ലേ? ശാലിനിക്ക് എന്തിനാ ഇത്ര തിടുക്കത്തിൽ ഒരു വിവാഹമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അമ്മയും അമ്മാവനും വന്നിട്ടുണ്ട്, ഞാൻ അവരെയും കൂട്ടി അങ്ങ് എത്തിക്കോളാം. ശരി, വെച്ചോട്ടെ എന്ന് ചോദിച്ച് ഫോൺ വയ്ക്കുകയാണ് ശാരിക. ഫോൺ തിരികെ വാങ്ങിയ ശാലിനി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അതെ, ഇവിടെ എന്താ ഒരു ശോകം? നാളെ ഒരു മംഗളകർമ്മം നടക്കേണ്ട വീടാണിത്. വന്നേ പണികൾ 100 കൂട്ടം കിടക്കുന്നു, വാ വാ എന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് പിടിച്ചു വലിക്കുകയാണ് ശാലിനി. സങ്കടപ്പെട്ട് ശാരദാമ്മ പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദൈവങ്ങളെ, ഒട്ടും മനസ്സോടെയല്ല ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ വീട്ടിലെ മട്ടുപ്പാവിൽ വരന്റെ വേഷമണിഞ്ഞ് ഒരുങ്ങി നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം അവിടേക്ക് റെഡിയായി വന്ന പ്രീതി ഏട്ടാന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണീര് തുടച്ച് ചിരി വരുത്തി വിഷ്ണു ചോദിക്കുകയാണ്, എന്താടി എല്ലാരും പോകാൻ റെഡിയായോ? എല്ലാരും റെഡിയാണ്, പക്ഷെ പോകാൻ തോന്നാത്ത ഒരാള് ഞാൻ മാത്രമാണെന്ന് പ്രീതി പറയുമ്പോൾ വേണ്ട, ഇനിയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. കല്യാണമായില്ലേ, ഇനി കഴിഞ്ഞതെല്ലാം മറക്കാം നമുക്ക്. പ്രീതി പറയുകയാണ്, ഞാൻ എന്നെ പറ്റിയല്ല ആലോചിക്കുന്നതും പറയുന്നതും സുസ്മിതയെ പറ്റിയാണ്. സുസ്മിതയെ പറ്റിയോ എന്ന് എടുത്ത് വിഷ്ണു ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, അതെ, ഒരു ആണിനേക്കാൾ ഏറെ ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ ചില സത്യങ്ങളൊക്കെ മനസ്സിലാകും. സുസ്മിതയുടെ കണ്ണിലുള്ളത് ഇഷ്ടവും അടുപ്പവും അല്ല, പകയും വിദ്വേഷവുമാണ്. ഏട്ടനോടുള്ള പ്രതികാരമാണ് ഈ വിവാഹം, പ്രണയമല്ല. വിഷ്ണു പറയുകയാണ്, ആയിക്കോട്ടെ, വിധി എന്നുള്ളത് ഒരെണ്ണം ഉണ്ടല്ലോ. അത് പലപ്പോഴും വിചിത്രമായിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മളെ നടത്തിക്കുന്നത്. കണ്ടിട്ടുള്ളതല്ലേ, സുസ്മിതയെ ഞാൻ പലപ്പോഴും നീചമായിട്ടുള്ള രീതിയിൽ പരിഹസിച്ചിട്ടുണ്ട്.
കൊച്ചാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി അതിനുള്ള തിരിച്ചടികൾക്കുള്ള സമയമായിരിക്കും. ഞാനത് അനുഭവിക്കാം, അത്ര തന്നെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് വിഷ്ണു. പക്ഷേ എന്തിന് സ്വന്തം ജീവിതം അറിഞ്ഞുകൊണ്ട് ആരാച്ചാരുടെ മുന്നിൽ വയ്ക്കണം? ഇപ്പോഴും സമയം വൈകിട്ടില്ലല്ലോ ഏട്ടനി ബന്ധം വേണ്ടാന്ന് പറയാൻ എന്ന് ചോദിക്കുകയാണ് പ്രീതി. പറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ലാഭം എന്താണ്, അല്ലെങ്കിൽ നേട്ടം എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. തുടർന്ന് വിഷ്ണു പറയുകയാണ്, നിനക്കറിയാമല്ലോ ഇന്ന് ശാലിനിയുടെയും വിവാഹമാണ്. വൃത്തികെട്ട ബാലചന്ദ്രനുമായിട്ടാണ് ഇനി അവള് ജീവിക്കാൻ പോകുന്നത്. വേറെ ആരെ അവള് വിവാഹം കഴിച്ചാലും എനിക്ക് ഇത്രയും വേദന ഉണ്ടാകില്ലായിരുന്നോ? ഇത് എന്നോടുള്ള പ്രതികാരം വീട്ടുന്നത് പോലെയാണ്. ഞാനിപ്പോൾ തീരുമാനിച്ചു, ശാലിനിയുടെ പ്രതികാരത്തിനേക്കാൾ സുസ്മിതയുടെ പ്രതികാരത്തിന് വഴങ്ങുന്നതാണ് നല്ലതെന്ന്. പറഞ്ഞ പക്ഷം സുസ്മിതയ്ക്ക് എന്നോട് ദേഷ്യം കാണിക്കാൻ ഞാൻ ഒരുപാട് കാരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശാലിനിയോട് അങ്ങനെയല്ല. കണ്ട ആദ്യ നിമിഷം മുതൽ പിരിഞ്ഞ അവസാന നിമിഷം വരെ ഞാൻ അവളെ പ്രണയിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അതവൾക്ക് മനസ്സിലായില്ല. അതാണതിലെ ദുരന്തവും എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് വിഷ്ണു. നേരം ഏട്ടാന്ന് വിളിച്ച് പ്രീതി എന്തോ പറയാൻ തുടങ്ങുമ്പോൾ പിറകെ വന്ന രമണൻ പിള്ള ചോദിക്കുകയാണ്, അല്ല ഏട്ടനും അനിയത്തിയും കൂടി ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണോ? നമുക്കിറങ്ങാൻ സമയമായി. ഇല്ല, എന്താ രണ്ടാൾക്കും ഒരു ടെൻഷൻ പോലെയെന്ന് രണ്ടുപേരുടെയും മുഖഭാവം ശ്രദ്ധിച്ച് ചോദിക്കുകയാണ് രമണൻ പിള്ള. അല്ല, അത് കല്യാണത്തിനുള്ള ടെൻഷനാണെന്ന് പറയുകയാണ് പ്രീതി. കല്യാണത്തിന് വേറെ ടെൻഷനൊന്നും വേണ്ട, എല്ലാം ശുഭമായിട്ട് തന്നെ നടക്കും. 11:30-ക്കല്ലേ മുഹൂർത്തം, അതിനു മുമ്പേ നമുക്ക് മണ്ഡപത്തിലെത്തണം. ഇവിടെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി ഇറങ്ങാനും സമയമെടുക്കില്ലേ? രണ്ടാളും വന്നേ, അവിടെ അച്ഛനും അമ്മയും അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോവുകയാണ് രമണൻ പിള്ള. അതേസമയം താഴെ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുകയാണ് സത്യഭാമ. കൂടെ രാഘവൻ നായരും പൊന്നിയുമുണ്ട്. വിഷ്ണുവിനെയും പ്രീതിയെയും കൂട്ടിക്കൊണ്ടുവന്ന് രമണൻ പിള്ള പറയുകയാണ്, ദേ അവരെത്തി. സത്യഭാമ അത് കേട്ട് പറയുകയാണ്, കറക്റ്റ് സമയത്താണ് വന്നത്. ഞാൻ ദീപം ഒഴിയാൻ തുടങ്ങുകയായിരുന്നോ? സത്യഭാമ ദീപമൊഴിയുമ്പോൾ എല്ലാവരും തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. അതേസമയം അവിടെ എത്തിയ കുറുപ്പ് സാറ് ശങ്കരേട്ടനോട് ചോദിക്കുകയാണ്, ഇവിടെ ആളനക്കമൊന്നും ഇല്ലല്ലോ, എല്ലാവരും പോയോ മണ്ഡപത്തിലേക്ക്? എല്ലാവരും പോയി, ഇനി ശാരദാമ്മയും മക്കളും കൂടി ഇറങ്ങിയിട്ട് പോകാൻ നിൽക്കുകയാണ് ഞങ്ങളെന്ന് പറയുകയാണ് ശങ്കരേട്ടൻ. ഞങ്ങളും മണ്ഡപത്തിലേക്ക് ഇറങ്ങിയതാണ്. ഇടയ്ക്ക് ഇവിടെ വന്ന് കുട്ടിയെ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് ശാരദാമ്മയുടെ വകയൊരു അപേക്ഷ. അപ്പോൾ വിചാരിച്ചു ഇവിടെ വന്ന് കുട്ടിയെ കണ്ടിട്ട് പോകാമെന്ന് പറയുകയാണ് കുറുപ്പ് സാറ്. അതേസമയം ശാലിനിയെ അണിയിച്ചൊരുക്കിയാണ് ശാരികയും ശ്യാമയും രാജിയുമൊക്കെ. അതേസമയം സുസ്മിതയും അണിയിച്ചൊരുക്കിയാണ് അവിടെ വീട്ടിൽ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഇനി അടുത്ത എപ്പിസോഡ് കല്യാണം. ഓക്കെ, താങ്ക് യു.